നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന SUV ടൈപ്പ് വണ്ടികൾ, സെഡാൻ വണ്ടികൾ, ഓട്ടോമാറ്റിക്, മാനുവൽ, പെട്രോൾ, ഡീസൽ എന്നിങ്ങനെ ഏകദേശം 10-40ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു ഷോറൂമാണ്. ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ നല്ല വണ്ടികൾ നോക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അതായത് നല്ല ക്വാളിറ്റി, ലോ കിലോമീറ്റർ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ്, പുത്തൻ വണ്ടികളെ വെല്ലുന്ന പഴയ വണ്ടികൾ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഒരുപാട് 30% വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ്. ഒക്കെ നല്ല വണ്ടികളാണ്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാനുള്ളത് കോഴിക്കോട്ടെ കാർ ട്രാക്ക് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇന്നലെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കാണാത്തവർ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് വീഡിയോയിൽ കയറിയിട്ടുള്ള ആളാണെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറിക്കോളാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ. അതിൽ കുറച്ച് മോഡൽ കൂടിയ വണ്ടികളാണ് നിങ്ങളെ പേജപ്പെടുത്തിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടികൾ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കുറെ വണ്ടികളുണ്ട്. അതൊക്കെ അതിൽ ക്ലിക്ക് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളെ പേജപ്പെടുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികൾ, അതായത് മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്, മോഡൽ കൂടിയ വണ്ടികളുണ്ട്, പിന്നെ സെഡാൻ വണ്ടികളുണ്ട്, 7 സീറ്റ് വണ്ടികളുണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ടല്ലേ, അതുപോലെ തന്നെ കിയാന്റെ സെൽറ്റോസ്, അതിന്റെ വെന്യൂ ഉണ്ട്. ഒരുപാട് SUV ടൈപ്പ് വണ്ടികൾ കുറെ ഉണ്ട് കേട്ടോ. അപ്പോ ഇത് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ വരുന്നത്? ഇത് കോഴിക്കോട് മാങ്കാവാണ് ലൊക്കേഷൻ വരുന്നത്. ലുലുമാൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. മാനാരിയാണ് എക്സാക്ട്. ഗൂഗിളില് കാർ ട്രാക്ക് പ്രിയോൺ കാർസ് അടിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രാത്രിയാണ്. ചിലപ്പോ വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടാവും, അല്ല ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കാം. വോൾട്ടേജിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഫുള്ള് ലൈറ്റിങ്സിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും സമയം കളയണ്ട, ഓരോ വണ്ടികളായി നോക്കാം. മാക്സിമം 10-50ഓളം വണ്ടികളുള്ള ഷോറൂമാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ ചെയ്തത് ഫസ്റ്റ് ഷോറൂമാണ്, ഇത് രണ്ടാമത്തെ ഷോറൂമാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഷോറൂം വരുന്നത്. അത് നമ്മൾ പുതിയ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് ആൾട്ടോ K10 നമുക്ക് പരിചയപ്പെടാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ചെറിയ സമയം കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് മോഡൽ എത്രയാണ്? ഇത് 2016 അൾട്ടോ K10 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അതെ, തന്നെ. എത്ര ഓടി? സിംഗിൾ ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിക് ഉള്ള വണ്ടി, പക്ക വണ്ടി, റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതെ. എത്രയാണ് ഇത്? 360 ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കും. 360 ചോദിക്കുന്നുണ്ട്, മാക്സിമം വില പൊടിച്ചു കൊടുക്കും. എത്ര പൈസ കറക്റ്റാ? എങ്ങനെ ലോൺ ആണോ? ലോൺ 50,000 മതി അല്ലേ? ഓക്കെ, ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നമുക്ക് ഹൂണ്ടായിന്റെ ഐ10 ഗ്രാൻഡ്, ഇത് ഓട്ടോമാറ്റിക് മാനുവൽ 2017-18 സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ ഓടി വണ്ടി. 70,000 ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഇത് റേറ്റ് ചോദിക്കുന്നത് 420 ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം വില പൊടിച്ചു കൊടുക്കും. 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഹൂണ്ടായിന്റെ വെന്യൂ, ഇത് എങ്ങനെയാണ്? 2021 മോഡലാണ്. സിംഗിൾ ഓണറിൽ ഡീസൽ വണ്ടി. ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് 63,000 കിലോമീറ്റർ ഓടിക്കുന്നത്. മാനുവൽ വണ്ടി. മാനുവൽ. ഇത് മൈലേജ് അറൌണ്ട് ഒരു 23-22 ഒക്കെ കിട്ടും. അത്ര കിട്ടും. നല്ല വണ്ടിയാണ്. പിന്നെ വില ചോദിക്കുന്നത് നമ്മള് 990 ചോദിക്കുന്നത്. 990. മോഡൽ 2021 XX പ്ലസ് സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. ടോപ്പിന്റെ തൊട്ട് താഴെ വയർലെസ് ചാർജിംഗ് വെച്ച് ബാക്കി എല്ലാ ഫീച്ചറും. ഓക്കെ, ഈ നിങ്ങൾ ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് കൊടുക്കും. വില മാക്സിമം കുറച്ച് കൊടുക്കും. മാക്സിമം വില പൊടിച്ചു തരും കേട്ടോ. ആവശ്യക്കാണെങ്കിൽ നോക്കോ. ഇവിടെ ഒരു കിയ സെൽറ്റോസ് നമുക്ക് നോക്കാം. ഇത് ഓട്ടോമാറ്റിക് മാനുവലാ? മാനുവൽ ഡീസൽ വണ്ടി. എത്ര മോഡലാ? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. 21 റേസിലുണ്ട് കേട്ടോ. 21 രജിസ്റ്റർ ആണ് വരുന്നത്. എത്ര ഓടിയിട്ടുള്ള വണ്ടി? ഇത് 71 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. HTX ആണ് വരുന്നത്. അലോയില് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വേരിയന്റ് ആണ് വരുന്നത്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ടല്ലോ. HTX. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങള് മേജർ ആയിട്ടൊന്നുമില്ല. ചെറിയ എന്തോ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. കമ്പനി തന്നെ ചെയ്ത് ചിലപ്പോ എന്തെന്നറിയില്ലല്ലോ. മേജർ ആയിട്ട് കട്ടൊന്നുമില്ല. എത്ര ഇത് ആസ്ക്? ഇത് വില ചോദിക്കാൻ 12.5 ലക്ഷമാണ്. 12. ഓക്കെ, വില കസ്റ്റമർ ആണ്. ഫുൾ ലോൺ കിട്ടും. ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുമല്ല? ഫുള്ള് ലോണിൽ കൊടുക്കാം. മാക്സിമം ലോണിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. ഇതിന്റെ എന്തോ ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റീപ്ലേസ് ആണ്, ഫിക്സ് ചെയ്തതാണ്. റീപ്ലേസ് ആണ് അത്. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലുള്ള മൊബൈൽ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കൺഫേം ആയി കേട്ടോ. ഓക്കെ, ഇത് ഫുള്ള് ലോൺ കയറും. അതുപോലെ തന്നെ ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല റൈഡിംഗ് കംഫർട്ട് ഉള്ള വണ്ടിയാണ്. അതെ. ഓക്കെ, ഇവിടെ നമുക്ക് വിറ്റാര ബ്രസ് നോക്കാം. ഇത് ഡീസൽ വണ്ടിയാ? ഡീസൽ. 2019 മോഡൽ, അതായത് ഡീസൽ ഇറങ്ങിയ ലാസ്റ്റ് വർഷം 2019. ഇത് ഓപ്ഷൻ പിന്നെ VDI ആണ്. പക്ഷെ ZDIന്റെ അലോയില് കാര്യങ്ങള് സ്റ്റീരിയോ റിവേഴ്സ് ക്യാം ഒക്കെ ചെയ്താണ്. ZDIയിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. അതെ, 2019 മോഡലാണ്. 19 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 95 ഓടിയുണ്ട്. നല്ല സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ചെയ്യുന്നെങ്കിൽ ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. പക്കാ വണ്ടിയാണ്.
ഓക്കെ, നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് വരുന്നത്. 2244 ആണ് ഫാൻസി നമ്പർ ആണ് വരുന്നത്. അതുപോലെ തന്നെ KL56 കൊയിലാണ്ടി അല്ല, എത്രയാണ് ആസ്ക്? ഇത് 780 ചോദിക്കുന്നത്. മാക്സിമം കുറച്ചെടുക്കും. മാക്സിമം വില പൊട്ടിച്ചു കൊടുക്കും. 780 അല്ലേ ചോദിച്ചാൽ? ഇതിന് ഫുള്ള് ലോൺ കയറും. ഫുൾ ലോൺ നല്ല സിബിലൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ കയറും. അല്ലെങ്കിൽ ഒരു 60-70 കണ്ടാലും വണ്ടി ഇറക്കാം. 2019 ഡീസൽ വണ്ടിക്ക് ചോദിച്ചത് 780 ആണ് കേട്ടോ. 24-25 ഒക്കെ മൈലേജ് കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇത് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. ടെറ നമുക്ക് മെച്ചപ്പെടാം. ഒരു ബ്ലാക്ക് കളർ ആണ്. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2014 ഡീസൽ ആണ് വരുന്നത്. XV പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇത് 1,40,000 ഓട്ടം ഉണ്ട്. ഇത് നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് വണ്ടി. 4,30,000 കൊടുക്കുന്നത്. 4,30,000 കൊടുക്കും. അതെ. എന്തെങ്കിലും മേജർ തട്ടുണ്ടോ? ഒന്നുമില്ല, മേജർ തട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപ്ലേസ് ഇല്ലാത്ത ഒരു വണ്ടിയാണ്. 4,30,000 ചോദിച്ചിട്ടുള്ളത്. 2014 മോഡൽ ഡീസൽ വണ്ടി. അതെ, 1,00,000 മേലെ ഓട്ടം ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്വന്തം 1,00,000 മേലെ ചെയ്യില്ല. ഓക്കെ, ഓട്ടം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ആ ഒരു വിലക്ക് തരുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം. ഇത് റീ വണ്ടി അല്ലേ? നമ്പറൊക്കെ മലപ്പുറം റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? 2 കൊല്ലം ഇത് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട്. നമ്മുടെ ഷോപ്പിലുള്ള ആകെ ഒരു റീ രജിസ്ട്രേഷൻ വണ്ടി ഇത് മാത്രമാണ്. ഇത് 2017 മോഡലാണ്. G4 ആണ് വേരിയന്റ് വരുന്നത്. 1,40,000 ഓടിക്കുന്ന വണ്ടി. 1,00,000 ജെന്യൂൻ ആണോ? പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി, ജെന്യൂൻ വണ്ടി. പിന്നെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പക്ക ഹിസ്റ്ററി കിട്ടുന്ന വണ്ടിയാണ്. മെയിൻ ക്ലാസ് ഒന്നും മാറില്ല. നല്ല ക്വാളിറ്റി വണ്ടി. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പക്കാ വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതിന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ചെക്ക് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഫുള്ള് ചെക്ക് ചെയ്തിട്ടാൽ മതി. അത്രയ്ക്ക് പക്ക വണ്ടിയാണ് ഇത്. ഇത് എത്ര കൊടുക്കാം? ഇത് റേറ്റ് 14,300 ചോദിക്കണത്. റേറ്റ് ഒക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു ലോണൊക്കെ വേണേ നമ്മൾ മാക്സിമം ചെയ്തു മാക്സിമം ഫുള്ള് ലോൺ കിട്ടും. 14,75 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. മാക്സിമം കട്ടിയായിട്ട് കുറച്ച് തരും. ഫിക്സ് റേറ്റ് ഒന്നുമല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി ചെക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ വില പൊടിച്ചു തരും. ബലോണ് നമുക്ക് പരിചയപ്പെടാം. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ വണ്ടി അല്ല. 2024 മോഡല്. പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടി. ആൽഫാണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 40,000 ഓടിയ വണ്ടി. ഓക്കെ, റേറ്റ് ചോദിക്കുന്നത് 8,900 ചോദിക്കുന്നത്. മാക്സിമം പ്രൈസ് കൊടുക്കാം. നിലവിൽ വണ്ടിക്ക് 360 ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇൻബിൽഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഓക്കെ, എല്ലാ കമ്പനിയിൽ തന്നെ വരുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 ക്യാമറ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അടുത്ത നമുക്ക് സെലേറിയോ. അതെ, ഓക്കെ. സെലേറിയോ ഓട്ടോമാറ്റിക്കാ? മാനുവൽ ആണ്. 2022 മോഡല്. സിംഗിൾ ഓണർ 40,000 ഓടിയ വണ്ടി. ZXi ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, റേറ്റ് ചോദിക്കുന്നത് 5,30 ആണ്. മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം വില പൊടിച്ചു. അതെ, ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ബ്രസീൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസം വളരെ കുറവാണ് അല്ലെ? അറൌണ്ട് 20-22 മൈലേജ് ഇത് ഓട്ടോമാറ്റിക്കൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ കിട്ടും. 22 മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ്. ഇവിടെ ഏകദേശം വണ്ടികൾ നല്ല നമ്പർ, അതായത് നല്ല ഫാൻസി നമ്പർ നിങ്ങൾ നോക്കി നടക്കുന്ന ആളാണെങ്കിൽ വേഗം വന്നോ. തെക്കുന്ന പടുക്കുന്ന എവിടുന്ന കുഴപ്പമില്ല. എല്ലാത്തരം ഫാൻസി നമ്പർ ഇവിടെ കിട്ടും കേട്ടോ. അല്ല, ഏകദേശം എല്ലാ വണ്ടിയും ഫാൻസി നമ്പർ തന്നെ. കൂടുതൽ നമ്മൾ നേരത്തെ നോക്കി അത് നമ്മൾ നേരത്തെ ഒരു റയർ പീസ് തന്നെ. ഏകദേശം ഷോറൂമിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ വണ്ടി. 2024 ഇത് കുറച്ച് പീസല്ലേ പുതിയത് ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്രയും ടൈറ്റ്. ഷോറൂമുകൾ യൂസ്ഡ് കാർ അന്വേഷിച്ചാൽ അറിയാം ഇഗ്നിസ് വളരെ കുറവാണ്. വളരെ കുറവാണ്. അതെ, മാക്സിമം കുറച്ചെടുക്കാം. നിങ്ങൾക്ക് അറിയാലോ, കിലോമീറ്റർ കുറഞ്ഞ വണ്ടിക്ക് മോഹ വിലാണ്. കിലോമീറ്റർ കുറഞ്ഞ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. റയർ പീസ് ആണ് കേട്ടോ. അത് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള, ഒറിജിനൽ കോഴിക്കോട്. വെറും 6,000 കിലോമീറ്റർ ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഒരു 2.5 ലക്ഷം അല്ല 2.5 2.5 ലക്ഷം 3 ലക്ഷത്തിന്റെ ഉള്ളിൽ